മരം വെട്ടുകാരനും വനദേവതയും. ഒരു ദിവസം ഒരു പാവപ്പെട്ട മരം വെട്ടുകാരൻ അടുത്തുള്ള കാട്ടിലേക്ക് മരം വെട്ടാനായി പുറപ്പെട്ടു. മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ തന്റെ മഴു കയ്യിൽ നിന്ന് പിടിവിട്ട് വഴുതിപ്പോയി. അത് അവിടെ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു നദിയിലേക്ക് വീണു. ക്ഷീണിതനായ മരം വെട്ടുകാരൻ കുറെ നേരം തന്റെ മഴു തേടി നോക്കി. പക്ഷേ അത് നദിയുടെ ആഴത്തിലേക്ക് വീണിരുന്നു. തന്റെ ഒരേ ഒരു ജീവിതമാർഗമായിരുന്ന മഴു അയാൾക്ക് നഷ്ടപ്പെട്ടു. മരം വെട്ടുകാരൻ നദീതീരത്തിരുന്ന് കരയാൻ ആരംഭിച്ചു. അയാളുടെ കരച്ചിൽ കേട്ട വനദേവതയ്ക്ക് അയാളോട് സഹതാപം തോന്നി. വനദേവത അയാളുടെ മുന്നിൽ പ്രത്യക്ഷയായി അയാളുടെ മഴു തിരിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ട് വെള്ളത്തിനടിയിലേക്ക് പോയി. കുറച്ചു നിമിഷങ്ങൾക്കകം കയ്യിൽ ഒരു സ്വർണ്ണ മഴുവുമായി വനദേവത തിരിച്ചെത്തി. എന്നിട്ട് മരം വെട്ടുകാരനോട് ചോദിച്ചു, "ഇതാണോ നിങ്ങളുടെ മഴു?" "അല്ല, ഇതെന്റേതല്ല," കരഞ്ഞുകൊണ്ട് അയാൾ മറുപടി പറഞ്ഞു. വീണ്ടും വനദേവത നദിയിലേക്ക് പോയി ഒരു വെള്ളി മഴു എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ചോദിച്ചു, "ഇതാണോ നിങ്ങളുടെ മഴു?" "അല്ല, ഇതെന്റെ മഴു അല്ല. എന്റെ മഴു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ്," അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. വനദേവത വീണ്ടും നദിയിലേക്ക് പോയി അടുത്ത നിമിഷം തന്നെ ഒരു ഇരുമ്പ് മഴുവുമായി വന്നു. "ഇതാണോ നിങ്ങളുടെ മഴു?" "അതെ, ഇതാണെന്റെ മഴു," സന്തോഷത്തോടെ മരം വെട്ടുകാരൻ പറഞ്ഞു. പാവപ്പെട്ട ആ മരം വെട്ടുകാരന്റെ സത്യസന്ധതയിൽ പ്രീതയായ വനദേവത അയാൾക്ക് സ്വർണ്ണമഴുവും വെള്ളിമഴുവും സമ്മാനമായി നൽകി. അയാൾ സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് മടങ്ങി. ഗുണപാഠം: സത്യസന്ധതയുടെ പ്രതിഫലം മികച്ചതായിരിക്കും.